സുഹൃത്തുക്കളെ, അരിക്കൊമ്പനും ചക്കക്കൊമ്പനും ഒക്കെ ചിന്നക്കനാലിങ്ങനെ வாழ்ന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചില യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ നമ്മളിങ്ങനെ കണ്ണുകൾ അടച്ചിട്ട് അല്ലെങ്കിൽ ചാരുകസേര എന്നൊരു കുറെ കവിത എഴുതിയുകൊണ്ട് കാര്യമില്ല. ഈ ആനകളൊക്കെ മനുഷ്യരുടെ ജീവിതത്തിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും അതൊന്നും നമ്മൾ പരിഗണിക്കാറില്ല. നമുക്ക് ചക്കക്കൊമ്പൻ ഒരു വലിയ സംഭവമാണ്, അരിക്കൊമ്പൻ വലിയ സംഭവമാണ്. അരിക്കൊമ്പനെ പിടിച്ചിട്ട് വേറെ നാട്ടിലേക്ക് കൊണ്ടെത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരെ മുഴുവൻ വന്നിട്ട് അവിടെ ആകെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അരിക്കൊമ്പന് വേണ്ടിയിട്ടൊക്കെ ഭയങ്കര സമരമുറകളൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ മൊയന്ത് വർഗ്ഗങ്ങൾ ആരും ഇത്തരം ഈ ആനകളൊക്കെ വിഹരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാട് പ്രദേശത്ത് ഒന്ന് താമസിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഇപ്പൊ അരിക്കമ്പ പോയി കഴിഞ്ഞു. ഇപ്പൊ ആ സ്ഥലത്ത് ചക്കൻകൊമ്പ് എന്ന് പറയുന്ന വേറൊരു ആന, മുറികുബാൽ എന്ന് പറയുന്ന വേറൊരു ആന, അവരുടെ ജീവിതം ആ ഒരു പ്രദേശത്തെ ജീവിതം ആകെ തകർത്ത് തരിപ്പണാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് ഈ പറയുന്ന ചിന്നക്കനാൽ എന്ന് പറയുന്നത്. അവിടേക്ക് പോകാവുന്ന ഒരു 7 കിലോമീറ്ററോളം പ്രദേശം ഗംഭീര സൗന്ദര്യമാണ്. പക്ഷേ ആ ഒരു 7 കിലോമീറ്റർ പ്രദേശത്ത് 301 എന്ന് പറയുന്ന ഒരു കോളനി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് അവിടെയുള്ള ആളുകൾക്ക്, ഒരു 301 കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടി 1 ഏക്കറോളം ഭൂമി അവിടുത്തെ ആദിവാസികൾക്ക് വിട്ടുകൊടുത്തു. അങ്ങനെയാണ് ഈ 301 കോളനി എന്ന് പറയുന്ന ഒരു കോളനി രൂപപ്പെട്ടത്. പക്ഷേ ആ ഒരു കോളനിയിൽ ഇപ്പൊ താമസിക്കുന്ന വെറും 56ഓളം കുടുംബങ്ങൾ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളൊക്കെ പോയി കഴിഞ്ഞു. നമ്മൾ ഈ ചിന്നക്കല എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് നമുക്ക് അവിടെ പാലോയും തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണാം. ആനയുടെ ആക്രമണം കൊണ്ട് കൈകളുടെ ഒരു വശം തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അതിനുശേഷം പിന്നീട് ആനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ടെറസിന് മുകളിലൊക്കെ വീട് കെട്ടിയ ആളുകളെ, ഷെഡ് കെട്ടിയ ആളുകളെ കാണാം. അങ്ങനെ ഈ ഒരു സ്ഥലം നമ്മൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് 20ഓളം നമുക്ക് ഒരു റിസോർട്ടുകളൊക്കെ നമുക്ക് ഈ ഒരു പ്രദേശത്തുള്ളതായിട്ട് നമുക്ക് കാണാം. പക്ഷേ ഈ 301 പറയുന്ന ഈ 56 കുടുംബങ്ങൾ താമസിക്കുന്ന, ഈ ആനകളെ പേടിച്ച് ജീവിക്കുന്ന ഈ ഒരു വീടുകളുടെ അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്തെ പറ്റി മാത്രം നമുക്ക് ആ ഒരു ഗൂഗിൾ തിരഞ്ഞ് കിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു വസ്തുത. 2003 ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ഈ ഒരു 301 കുടുംബങ്ങൾക്ക് അവിടെ ഈ 1 ഏക്കർ വീതം സ്ഥലം നൽകിയത്. പക്ഷെ ആളുകൾക്കെല്ലാം അവിടെ താമസിക്കാൻ പറ്റാതായി. ഇപ്പോഴും നമ്മുടെ അവിടെ പോയി കഴിഞ്ഞാൽ കാട് മൂടിയ ചില സ്ഥലങ്ങൾക്കിടയിൽ ചില വീടുകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ വളരെ കുറച്ച് വീടുകൾ ഇപ്പോൾ അവിടെ താമസയോഗ്യമുള്ളൂ. പല വീടുകൾ ആനകൾ തകർത്ത് കളഞ്ഞിരിക്കുന്നു. ഒരു വീട് ചുറ്റും കിടങ്ങുകളൊക്കെ എന്താ പറയുക ഉണ്ടാക്കിയിട്ട് 2 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. ഒരു വിമലയും വിമലയുടെ ഓട്ടിസം ബാധിച്ചൊരു മകൻ അവിടെ താമസിക്കുന്നുണ്ട് കേട്ടോ. ചുറ്റും കിടങ്ങ് കുഴിച്ചിട്ടാണ് അവർ താമസിക്കുന്നത്, നമ്മൾ മനസ്സിലാക്കണം. ഏകദേശം ആ ഒരു പ്രദേശത്ത് 11ഓളം കുട്ടികൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. ആ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ സിംഗുകണ്ടം എന്ന് പറയുന്ന സ്ഥലത്ത് ബസ് ഇറങ്ങി അവിടുന്ന് പിന്നെ നടന്നിട്ട് വേണം ഈ ഒരു സ്ഥലത്തേക്ക് എത്താൻ. നോക്കിക്കോണം, ഏത് നിമിഷവും ആനകൾ ആക്രമിക്കാവുന്ന ഒരവസ്ഥയിലെ സ്ഥലത്താണ് ഇവർ താമസിക്കുന്ന അർത്ഥം. അപ്പൊ സ്വാഭാവികമായിട്ട് ആളുകളൊക്കെ, ഒരു മധ്യവർഗത്തിലെ വേസ്റ്റ് പീപ്പിൾ ചോദിക്കുന്ന ചോദ്യം, ഇന്ന് അവർക്ക് വീടൊക്കെ വിറ്റിട്ട് വേറെ എവിടെയെങ്കിലും താമസിച്ചിട്ട് ആർക്ക് വിൽക്കാൻ, ആര് വാങ്ങിക്കാൻ? അല്ലെങ്കിൽ നമ്മളൊക്കെ താമസിച്ച സ്ഥലത്ത് നമ്മളൊക്കെ ഇറങ്ങി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഒരു പരിഹാരമുള്ളത്? എന്തൊക്കെയായാലും അവിടെ ഒരു ചക്കക്കൊമ്പൻ കഴിഞ്ഞ ഒരു കുറച്ച് മാസത്തിനുള്ളിൽ 2 പേരുള്ള ആളുകളൊക്കെ ചവിട്ടിക്കൊന്നായിരുന്നു. ഇത്തരം ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ആനകളാൽ ആക്രമിച്ചിട്ട് മരണപ്പെടുമ്പോൾ അതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ വായിക്കത്തില്ല, മാധ്യമങ്ങൾ അതൊന്നും ചർച്ച ചെയ്യപ്പെടില്ല. എന്നാൽ അതേസമയം ഏതെങ്കിലും ഈ ഒരു നഗര പ്രദേശത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ആരെങ്കിലുമൊക്കെ കൊല ചെയ്യപ്പെട്ടു, ഞാനൊരു കൊലപാതകത്തെ അങ്ങോട്ട് താഴ്ത്തിക്കിട്ടി പറയുന്നില്ല. എല്ലാ കൊലപാതകവും, എല്ലാ മരണവും വളരെ വേദന ഉണ്ടാക്കുന്നതാണ്, ആളുകളെ ആകെ തകർത്ത് കളയുന്ന സംഭവമാണ്. പക്ഷേ ഈ ആദിവാസികളുടെ മരണത്തെ ഒന്നും നമ്മുടെ സോഷ്യൽ മീഡിയ കാര്യമായിട്ട് കാണുന്നില്ല എന്നുള്ളതൊരു വലിയ വസ്തുതയാണ്. അതിനെ കൂടി നമ്മൾ വളരെയധികം യാഥാർത്ഥ്യബോധത്തോടെ കാണേണ്ടിയിരിക്കുന്നു. അതും മരണമാണെന്ന് നമ്മൾ തിരിച്ചറിയപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇനി എന്താണ് ഇതിൻ്റെ ഒരു ബാക്കി പത്രം എന്നാണ്. പലപ്പോഴും ഇങ്ങനെ ആനകളൊക്കെ ഇറങ്ങിയിട്ട് ഇത്തരം ആളുകളൊക്കെ ഇങ്ങനെ ചവിട്ടി കൊന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇത്തരം വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ കേരള ഗവൺമെന്റിനെ കുറ്റം പറയാം. കേരള ഗവൺമെന്റാണ് എല്ലാറ്റിനും. കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഈ ആനകളെ ഇവിടെ പിടിച്ചിട്ട് മാറ്റാൻ സാധിക്കുന്നില്ല, ആനകളെ കൊന്നുകളയാൻ സാധിക്കുന്നില്ല? വന്യമൃഗങ്ങളെ മനുഷ്യർക്ക് വലിയ പ്രശ്നമായിട്ട് വരികയാണെങ്കിൽ അതിന് വെർമിനായിട്ട് പ്രഖ്യാപിക്കുകയും അതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പൊ എന്താണ് ഈ വെർമ് എന്നൊക്കെ പലരും ചോദിക്കും. അവിടെ 1972 നമുക്ക് ഈ ഒരു വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ 72 ഉണ്ടാക്കപ്പെട്ട ഈ ഒരു വകുപ്പില് സെക്ഷൻ 62 ഈ സംസ്ഥാനങ്ങൾക്ക് വെർമിനായിട്ട് പ്രഖ്യാപിക്കാൻ കഴിയുമില്ല എന്നൊരു സംഗതിയുണ്ട്. എന്ന് വെച്ച് വെർമിനാക്കുന്നത് എന്താന്ന് പറഞ്ഞുതരാം. കൃഷിക്ക്, മനുഷ്യർക്ക് അപകടമായി വരുന്ന പന്നികൾ അടക്കമുള്ള എല്ലാത്തരം മൃഗങ്ങളെയും വെർമിനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ
അത് അപകടകാരി എന്നർത്ഥം. അപകടകാരികളായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അത്തരം അപകടകാരികളായിട്ടുള്ള മൃഗങ്ങൾ എന്ത് ചെയ്യണമെന്ന് നമുക്ക് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്നെങ്കിൽ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടാം, അല്ലെങ്കിൽ അതിനെ പിടിച്ചിട്ട് ഉൾക്കാട്ടുകളിലേക്ക് കൊണ്ടുവിടാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. പക്ഷെ ഇതിനൊന്നുമുള്ള സാധ്യത നമ്മുടെ കേരള ഗവൺമെന്റിന് ഇല്ല എന്നുള്ളതാണ്. കാരണം ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല. എത്രയോ കാലമായി ഈ വന്യജീവി സംരക്ഷണ നിയമത്തിൽ മാറ്റം വരുത്തണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമ്മൾ ഇവിടുന്ന് പോകുന്ന പല ഇടതുപക്ഷത്തല്ലാത്ത മറ്റു MP-മാരൊക്കെ അതിന് ത്വരങ്കം വയ്ക്കുക എന്നല്ലാതെ ഒന്നും നടക്കുന്നില്ല. ഇപ്പോഴുള്ള BJP ഗവൺമെന്റ് പോലും പറയുന്നത് ആ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു മാറ്റവും വരുത്തില്ല എന്ന്. അതായത് നമ്മളിവിടെ ആളുകൾ മരിച്ചോട്ടെ, ആനകളൊക്കെ മറ്റൊക്കെ ആക്രമിച്ച് തീർന്നോട്ടെ എന്നാണ് ഇപ്പോൾ BJP ഗവൺമെന്റ് പോലും തീരുമാനിക്കുന്ന അർത്ഥം. അല്ലെങ്കിൽ നമുക്ക് കേരള ഗവൺമെന്റിന് കൃത്യമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ട് അത്തരം മൃഗങ്ങളെ കൊന്നുകളയാനോ അല്ലെങ്കിൽ പിടിച്ചുകൊണ്ടിട്ട് വേറെ വല്ല കാട്ടിൽ കൊണ്ടുപോയിട്ട് ഇടാനൊക്കെ നമുക്ക് സാധിക്കുമായിരുന്നു. ഇതൊന്നും സാധിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നതാണ്. ഇനി എന്ത് നമ്മൾ ചെയ്യണമെന്ന് നാട്ടുകാരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതാണ് ഇത്തരം ആനകൾക്ക് അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്ക് വന്യജീവികളുടെ ഇടയിലൊക്കെ ജീവിക്കുന്ന മനുഷ്യരുടെ അവസ്ഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാക്കാതെ ഏതെങ്കിലും ചാരുകസേര ഇരുന്നിട്ട് 4 കവിതയും ഗീർവാണും ഇട്ടുകൊണ്ട് ജീവിതമാവില്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ബൈ.